മഴയായിട്ട് കല്ല് നല്ല റെസ്റ്റിലാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അവക്ക് കിടക്കാനുള്ള സെറ്റപ്പ്. ഓക്കെ, ഇതൊരു ഷെൽഫാണ്. അപ്പോൾ പുറത്തെ കാഴ്ചകളും കാണാം. അപ്പം ഇത് ഞങ്ങളുടെ സെറ്ററാണ് കേട്ടോ. ഓക്കെ, അപ്പം അവൾ ഏറ്റവും കൂടുതൽ അവള് കിടക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഓക്കെ, അവൾക്ക് കിടക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഇവിടെ തന്നെയാണ്. ഓക്കെ, ഞാനെവിടെയോ പോവാണെന്നുള്ളതിൻ്റെ അവളെ ഞാൻ പോകുമ്പോൾ അവളും വരും, കൂടെ വരും. അപ്പോൾ അവൾ കാണാതെ വേണം എനിക്ക് ഇനി വെളിയിലിറങ്ങാൻ. ഓക്കെ, ഷൂട്ട് ചെയ്യാനായിട്ട് വെളിയിലിറങ്ങണമെങ്കിൽ അവൾ കാണാതെ വേണം എന്ന് പറയും. ഇതാണ് ഞങ്ങളുടെ സുന്ദരി കുടുക്ക, ഞങ്ങളുടെ തത്തമ്മ. ഓക്കെ, കണ്ടോ, പോവാ. ഇന്നത്തെ കുറച്ചു നേരം വന്ന് കിടക്കും, വീണ്ടും എവിടെയെങ്കിലും പോവും. കണ്ടോ, അപ്പൊ ഇവളെ കാണാൻ ഞാൻ എവിടെയോ പോവാണെന്നുള്ളതിന്റെ സൂചന കിട്ടിയോണ്ടാണ് ഇവള് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ കോട്ട് വരാൻ മഴ അതൊന്നും കൊണ്ടുവരുന്നില്ല. ഓക്കെ, അപ്പൊ വെള്ളിതാ പോവാണേ. ഇനിയിപ്പോ ഇങ്ങനെ കറങ്ങി നടക്കുവേ, ആഹാരമൊക്കെ കഴിക്കുന്നു. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് അവർക്ക് കൊടുക്കുന്ന ഫുഡ് കേട്ടോ. പ്യുവർ പെറ്റ് എന്ന് പറയുന്ന ഇതാണ് ഞങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, നിറച്ചുണ്ട്. ഇത് അടപ്പ് ഞാൻ കുപ്പി എടുക്കുമ്പോൾ തന്നെ അവൾ ഓടി വരും. ഓക്കെ, ഇവളെ കാണാതെ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, ഇവളെ കാണാതെ വേണം നമുക്ക് വെളിയിൽ പോകാൻ, അല്ലെങ്കിൽ ഇവളെ എൻ്റെ ഒപ്പം വരും. അവിടെ വെള്ളമായതുകൊണ്ട് ദേഹം മൊത്തവും നനച്ച് കുഴച്ചിട്ടേ വരണം. ഇവളെ കാണാതെ നമുക്ക് പോയിട്ട് വരാം. ഹായ് ഗൈസ്, വേറൊന്നുമില്ല, നമുക്ക് കുറച്ച് മഴക്കാഴ്ചകൾ കണ്ടാലോ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന അടുത്തുള്ള റോഡിൽ നമ്മുടെ സ്റ്റേഡിയം ഉണ്ട് കേട്ടോ. സ്റ്റേഡിയത്തിൻ്റെ അവിടെ എല്ലാം ഭയങ്കരമായിട്ട് കുറച്ചൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് മഴക്കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, നല്ല രസമാണ് ഇങ്ങനെ മഴയത്തൂടെ ഇങ്ങനെ കുടയൊക്കെ പിടിച്ച് നടക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് വരാം. ഇവിടെ എല്ലാം ഭയങ്കര വെള്ളമാണേ, ഭയങ്കര വെള്ളം കേട്ടോ. ഇത് കണ്ടോ, നേരത്തെ എങ്ങനെ ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ മഴ പെയ്തപ്പോഴത്തേക്ക് സ്റ്റേഡിയത്തിന്റെ അവിടെ എല്ലാം ഭയങ്കരമായിട്ട് വെള്ളം കയറി കേട്ടോ. സൗണ്ട് അവിടെ വിറക് കീറുന്ന കേട്ടോ, വണ്ടിയിൽ വിറക് കീറുന്നതാണ്. കണ്ടോ, കുറെ ആൾക്കാരവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഊത്ത കയറുന്ന സമയമാണ് ഇപ്പോൾ, ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഭയങ്കര വെള്ളമാണ്. കണ്ടോ, ഭയങ്കര വെള്ളം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഭയങ്കര വെള്ളമാണ്. റോഡാണിത്. കണ്ടോ, റോഡോട് ചേർന്ന് ഇതിനകത്തിപ്പം മുട്ടിന്റെ അറ്റത്ത് അത്ര വെള്ളമുണ്ട് കേട്ടോ. അത്ര നല്ല രസമുള്ള വെള്ളമല്ല, അത് വേറെ കാര്യം. ഓക്കെ, ഇവിടെ എല്ലാം വെള്ളമാണ്. ഏകദേശം നമ്മുടെ മുട്ട് വരെ എത്തും, മുട്ടല്ല അര വരെ എത്തുന്ന വെള്ളമുണ്ട്. ഓക്കെ, ഇവിടെ പിന്നെ വെള്ളം കുറവാ. ഇവിടെ എല്ലാം വെള്ളക്കെട്ട കേട്ടോ. ഭയങ്കര ശോകമാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടോ, ഇവിടെ എല്ലാം ഈ ഭാഗത്തെല്ലാം മീനുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം മീനുണ്ട്. കണ്ടോ, ഇത് വേറൊരു വെള്ളക്കെട്ട്. ഇവിടെ അത്രയില്ല, ഇവിടെ എല്ലാം വെള്ളം, ഇതിനകത്തെല്ലാം വെള്ളം കേട്ടോ. ഭയങ്കര വെള്ളമാണ്. അങ്ങോട്ട് പോകുന്നതോറും ഭയങ്കര വെള്ളമാണ്. ഇവിടെ എല്ലാം വെള്ളക്കെട്ടാ. കണ്ടോ, ഇവിടെ ഒരു ഹിന്ദിക്കാരൻ പയ്യൻ തൂകൊണ്ട് അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ, പുള്ളി തീറ്റി ചൂണ്ടയിലെങ്ങാണ്ട് തീറ്റയൊക്കെ ഉണ്ടാക്കുക, കെട്ടിക്കൊടുക്കുക. കണ്ടോ, ആ മീനെ പിടിക്കാനുള്ള പരിപാടിയാണ്. എന്തൊക്കെയോ കെട്ടുന്നുണ്ട്. കണ്ടോ,
പാറ്റയാന്ന് തോന്നുന്നു, പാറ്റ. മീനെ പിടിക്കാനുള്ള പരിപാടിയാ. മീനെ കിട്ടിയോ? മീനെ കിട്ടിയോ? ഇല്ല, ആ മീനെ കിട്ടിയില്ലെന്നാ പറയുന്നത് കേട്ടോ. ഇത് എവിടെ ഇടാനാ? ഇവിടെ ഇടാനാണോ? ഇവിടെ ഇടാനാണോ? അവന് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഒരു ഹിന്ദിക്കാരൻ കൊച്ചു പയ്യനാണ്. ഞായറാഴ്ച എല്ലാം അങ്ങനെ ഇവിടെ ഈ ഭാഗത്തൊക്കെ മീനിടാൻ തീറ്റി പിന്നെ ചൂണ്ട ഇടാറുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇവരൊക്കെ ഇവിടെ ഇടുന്നത്. ആ കെട്ടിനാണ്, വെള്ളക്കെട്ടിനകത്തുണ്ട്. അവിടെ എല്ലാം വെള്ളക്കെട്ടാണ്. പക്ഷെ നല്ല മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഭയങ്കര വെള്ളമാണ്. നമുക്ക് നോക്കാം ഇവനെന്താ ചെയ്തെന്ന് നോക്കാം കേട്ടോ. ഇതിന് എവിടെയാണ് ചൂണ്ട ഇടുന്നത്, എങ്ങനെയാണ് ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിനെല്ലാണ്ട് കടിച്ചു. എന്റെ കാലിൽ എന്തോ കൊണ്ട് എവിടെയൊക്കെ ഭയങ്കര മണ്ണെടുത്തിട്ടതാണ്. ഒത്തിരി പേരുണ്ടല്ലോ. അടുത്ത ആള് വന്നു കേട്ടോ. മീനെ പിടിക്കാൻ അടുത്ത ആള് വന്നു. ഈ ഭാഗത്തെല്ലാം ഭയങ്കര ചൂണ്ടയിടിയിലും കാര്യങ്ങളൊക്കെയാണ്. അവര് തമ്മിൽ എന്തോ ആശയവിനിമയമാണ് ഗൈസ്. അവനതിൽ പാറ്റയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചാൽ ഇല്ല, മറ്റേ പാറ്റില്ലേ, കോക്രോച്ചില്ലേ, കോക്രോച്ചാണ് അവൻ ഇട്ടേക്കുന്നത്. ഉണ്ടോ, നിങ്ങൾക്ക് കാണാമോ? എന്നിട്ട് അത് നേരെ അവിടേക്ക് ഇടും. വരാലിനെ പിടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. ഇതിലോ മീനെ പിടിക്കാനാണ്. എന്നിട്ടിട്ട് കുറെ നേരം ഇവിടെ കാത്തിരിക്കും. ഞാൻ പറഞ്ഞ മീനെ കിട്ടിയില്ല എന്നാ പറയുന്നത്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത്. ഇത് നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേസ്. ഉണ്ടാവും. അവൻ ഇനിയിപ്പോൾ നേരെ വെള്ളത്തിലേക്ക് ഇടുക കേട്ടോ. എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ വേറെന്തോ ഇതായിട്ട് അവൻ ഇടാൻ പോവാ. എവിടെയാണ് അതായിട്ട് അങ്ങ് ചുമ്മാ എടുത്തുള്ളൂ കേട്ടോ. ആ വടി എങ്ങനെ വെള്ളത്തിന് മേലെ പൊങ്ങി കിടക്കും. അപ്പം മീനത് കിട്ടും. ഇതാ കണ്ടോ, അവിടെ വടി കിടക്കുന്നുണ്ടോ? ആ കുപ്പിയുടെ സൈഡിൽ കിടക്കുന്നുണ്ട് വടി. ഓക്കെ, അവനിങ്ങനെ അടുത്ത സ്ഥലത്ത് കൊണ്ടിടുക കേട്ടോ. അവിടെയൊക്കെ ചള്ളക്കുഴിയാണ്, അവിടെ എനിക്ക് പോകാൻ പറ്റത്തില്ല. അത് അവൻ വേറെ സ്ഥലങ്ങളിലൊക്കെ അവനിങ്ങനെ മീനിടുക കേട്ടോ. മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അതെങ്ങനെയാണെന്നറിയാമോ, ഇവൻ ഇല്ല പൊങ്ങുതടി പോലുള്ള ഒരു കമ്പ് ചെറുതായിട്ട് വെട്ടിയിട്ട് അതിന്റെ സെന്ററിൽ ചൂണ്ട കിട്ടും. ചൂണ്ട കൊളുത്തിയിട്ട് എന്താ പറയാ, അതില് പാറ്റ, അതിന്റെ കൊളുത്തിൽ പാറ്റ ഇട്ടിട്ട് ആ വടി അവിടെ വെറുതെ എടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ പുല്ല് വെള്ളത്തിനകത്ത് ഇങ്ങനെ മേലെ പുല്ല് പൊങ്ങി കിടക്കുന്നത് കൊണ്ട് വലിച്ചുകൊണ്ട് പോവില്ല. അതങ്ങനെ സ്റ്റക്കായിട്ട് നിന്നോളും. അതാണ് അവന്റെ പ്ലാൻ. ഒത്തിരി പേരുണ്ടോ അവിടെ എല്ലാം, ഒത്തിരി പേരുണ്ടോ മീനെ പിടിക്കാന്ന്. നല്ല രസമല്ലേ. അപ്പൊ നമ്മൾ വീണ്ടും ആ വെള്ളക്കെട്ടിന് അവിടേക്ക് നമ്മൾ പോവാട്ടോ. ഓക്കെ, റോഡൊക്കെ ഭയങ്കര വെള്ളമാണ്. ഇവിടെ തന്നെ അല്ല കേട്ടോ, അങ്ങോട്ടൊക്കെ ഭയങ്കര വെള്ളം കേട്ടോ. റോഡിന്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഭയങ്കര വെള്ളമാണ്. ഇവിടെ എല്ലാം നല്ല വെള്ളക്കെട്ടാ കണ്ടോ. കണ്ടോ, നല്ല താഴ്ച ഉണ്ട് കേട്ടോ. ഇതാ ഇതെല്ലാം വെള്ളമാണ്. ഭയങ്കര വെള്ളമാണ്. ഈ വെള്ളത്തിലൊക്കെ നമുക്ക് നടന്നു പോവാം, കുഴപ്പമില്ല. പക്ഷേ ഈ വെള്ളം ഇവിടെയൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര വെള്ളമാണ്. നമ്മുടെ അരപ്പൊക്കം വെള്ളമുണ്ട്. അത് തന്നെയല്ല, ആ വെള്ളം അത്ര നല്ല വെള്ളമല്ല. നമ്മൾ ഇറങ്ങുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം. ഇതോ അവിടെ ഇതെല്ലാം ഹിന്ദിക്കാരാണ് കേട്ടോ. നിൽക്കുന്ന എല്ലാം ഹിന്ദിക്കാരാണേ. അവരിങ്ങനെ മീനെ പിടിക്കുക കാണാൻ പറ്റുന്നുണ്ടോ? അതോ ചങ്ങാ നിൽക്കുന്നുണ്ടോ കോടയം പിടിച്ച്.
കണ്ട അതുകൊണ്ട് അപ്പുറത്ത് നിൽപ്പുണ്ട് ആൾക്കാർ ഇങ്ങനെ മീനെ പിടിച്ചോണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ മൊത്തം വെള്ളമല്ലേ, ഭയങ്കര വെള്ളമാണ്. അപ്പം മഴക്കാഴ്ചകൾ അങ്ങനത്തെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, വെള്ളത്തിൽ അത്രയ്ക്ക് സ്മെല്ലുണ്ട് കേട്ടോ, വല്ലാത്തൊരു സ്മെല്ലുണ്ട്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.